അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ ഫന്താവൂർ. വേശ്യയായിട്ട് ജീവിച്ച ഒരു മുസ്ലിം സ്ത്രീ മരണപ്പെട്ട സമയത്ത് അവരുടെ മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ നടന്ന ചില അത്ഭുതങ്ങളുണ്ട്. ഇത് ഞാൻ പൊള്ളു പറയുന്നതല്ല, ഉണ്ടാക്കി പറയുന്ന ഒരു കഥയല്ല, ശരിക്കും ഉണ്ടായ ഒരു അനുഭവമാണ് ഞാൻ ഈ പങ്കുവെക്കുന്നത്. മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ നടക്കുന്ന ഒരു കാഴ്ച അങ്ങനെ പുറത്തു പറയാൻ പാടില്ല എന്നാണ് ഫിഖ് കിതാബുകളൊക്കെ ഉള്ളത്. പക്ഷെ ഒരു പാഠമാകാൻ വേണ്ടി, വിശ്വാസികൾക്ക് പാഠമാകാൻ വേണ്ടി ചിലതൊക്കെ തുറന്ന് പറയാമെന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ വിവരം പങ്കുവെക്കുന്നത്. ഇവരുടെ ഉമ്മയും ഇതുപോലെ കോഴിക്കോടങ്ങാടിയിലുള്ള ഒരു വേശ്യ സ്ത്രീയായിരുന്നു. അന്ന് വേശ്യകൾക്ക് വേണ്ടിയിട്ട് ഒരു സമരം, ഒരു ജാഥ നടത്തിയപ്പോൾ അതിൻ്റെ മുൻപന്തിയിലുണ്ടായിരുന്ന ഒരാളാണ്. വേശ്യകൾ സംഘടിക്കാൻ വേണ്ടിയിട്ട്, ഇതുപോലെ പ്രോസ്റ്റിറ്റ്യൂട്ടുകളെ സംഘടിപ്പിക്കാൻ വേണ്ടി മുൻനിരയിലുണ്ടായിരുന്ന ഒരാളുടെ മകളാണ്. അതുകൊണ്ട് തന്നെ ജീവിതം ഇവരെയും എത്തിച്ചത് ഇതുപോലൊരു മേഖലയിലേക്കാണ്. അന്ന് ഈ ഒരു ഉമ്മ ഇവർക്ക് ലൈംഗിക രോഗം വന്നിട്ടാണ് മരണപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഉമ്മയുടെ ഒരു പാതയിലേക്ക് ഈ മകളെ കൊണ്ടുവരരുത് എന്ന് അന്ന് ഉമ്മ ആഗ്രഹിച്ചിരുന്നു. ആ ഉമ്മാനെ അങ്ങനെ കൊണ്ട് എത്തിക്കാൻ കുറേ കാരണങ്ങളുണ്ട്. ഭർത്താവ് ഇട്ടെറിഞ്ഞു പോയി, കുടുംബത്തിൻ്റെ ഒരു പട്ടിണി, അങ്ങനെയാണ് ഈ ഒരു സ്ത്രീയുടെ ഉമ്മ ഒരു വേശ്യയായിട്ട് മാറിയത്. ഈ ഒരു സ്ത്രീ എത്തിപ്പെടാനും ചില കാരണങ്ങളുണ്ട്. ഇവരെ കല്യാണം കഴിച്ച ഒരാൾ ഇത്തരം ഒരു മേഖലയിലേക്ക് എത്തില്ല എന്ന് ഉറപ്പിലായിരുന്നു കല്യാണം കഴിപ്പിച്ചത്. പക്ഷേ അയാൾ ചെന്നൈയിൽ കൊണ്ടുപോയി, അവിടെ കൊണ്ടുപോയിട്ട് സിനിമാ മേഖലകളിലേക്ക് അഭിനയിപ്പിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുകയും അങ്ങനെ മറ്റു പലർക്കും ശരീരം പങ്കുവെപ്പിച്ചിട്ട് പണം പിടുങ്ങലായിരുന്നുള്ള ലക്ഷ്യം എന്നുള്ളത് ഈ പെൺകുട്ടി പിന്നീട് അറിഞ്ഞത്. അങ്ങനെ ആ ഭർത്താവിനൊക്കെ നിയമപരമായിട്ട് ഒഴിവാക്കിയിട്ട് തൻ്റെടിയായിട്ട് ജീവിച്ചു. ആരും സഹായിക്കാനില്ലെന്ന് കണ്ടപ്പോഴാണ് ഇവരും ഉമ്മയുടെ പാതയിലേക്ക് തിരിഞ്ഞത്. അങ്ങനെ നാടിനും വീടിനും കൊള്ളാത്തവരായിട്ട് മാറി. പുറമേക്ക് ഇവരെ കല്ലെറിയുന്ന പല ആളുകളും രഹസ്യമായിട്ട് വരും. ഒരു ദിവസത്തെ രാത്രിക്ക് വേണ്ടിയിട്ട്, സുഖത്തിന് വേണ്ടിയിട്ട്, സന്തോഷത്തിന് വേണ്ടിയിട്ട് ഇവരുടെ നാടൊക്കെ വിട്ട് മറ്റൊരു നാട്ടിൽ ഇവർ താമസിക്കുന്നു. കാരണം ഇവരുടെ ഐഡന്റിറ്റി അറിയാതിരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ അവിടെ പല ആളുകളും വരവും പോക്കൊക്കെ ആയിട്ട് പിന്നീട് അതും എന്തായി, അങ്ങനെ ആളുകൾ അറിയാതിരിക്കാനൊരു കാര്യമില്ലാതായി, നാട്ടുകാരൊക്കെ അറിഞ്ഞു. കാരണം ഇവരുടെ ലൈഫ് മാറി മറിയുന്നത് ആ മഹലിൽ ഒരു ഉസ്താദ് വന്ന്, ആ ഒരു ഉസ്താദ് വന്നിട്ട് ജനങ്ങളോടൊക്കെ നല്ല രീതിയിൽ ഒരു പ്രബോധനം നടത്താന്ന് പറഞ്ഞാൽ ആളുകൾക്ക് ഇറങ്ങിച്ചെന്നുള്ളൊരു പ്രബോധനമാണ്. ആ പെണ്ണിന്റെ പേര് തൽക്കാലം നമുക്ക് അവരെ മിസ്രിയാന്ന് വിളിക്കാം. ആ ഒരു പെണ്ണിന്റെ പേര് മിസ്രിയാന്നല്ല, ഒരു സാങ്കല്പിക പേരാണ്. അങ്ങനെ ഉസ്താദ് ആ ഒരു വീട്ടിൽ കയറി ചെന്നു. അവരോട് കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ ഈ പെണ്ണ് ഭയങ്കര തൻ്റെടിയാണ്. അപ്പോൾ ഈ പെണ്ണിനോട് ഉസ്താദ് സംസാരിച്ചു, നിങ്ങൾ ഇങ്ങനത്തെ ഒരു ജോലിയാണ് ഞങ്ങൾക്കറിയാം, പക്ഷേ നിങ്ങൾ ആ ജോലി നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും വരുമാനങ്ങളിൽ നിർത്താമോ എന്ന് ചോദിച്ചപ്പോൾ ഉസ്താദ് പറഞ്ഞു, ഉസ്താദ് ദയവായിട്ട് ഇങ്ങോട്ട് വരണ്ട, നാളെ ഉസ്താദിന് ഇതൊരു ചീത്തപ്പേരാവും, ഞാൻ എൻ്റെ തൊഴിലുമായിട്ട് മുന്നോട്ട് പോയിക്കോളാം, എനിക്ക് തിന്നാൻ തന്നത് ഈ മതവോ പടച്ചോനോ അല്ലെങ്കിൽ അള്ളാഹോ ഒന്നുമല്ല, എൻ്റെ ഈ ശരീരമാണ്, ആ ശരീരം എങ്ങനെ സൂക്ഷിക്കണമെന്നും അതെങ്ങനെ കൊണ്ടുനടക്കണമെന്നും എനിക്കറിയാം എന്നൊരു ധിക്കാരപൂർണ്ണമായൊരു മറുപടിയാണ് ഈ ഒരു സ്ത്രീയിൽ നിന്നുണ്ടായത്. ഉസ്താദ് ആ രംഗം വിട്ടവിടുന്ന് പോരും ചെയ്തു. ഏതായാലും പക്ഷേ ഉസ്താദ് വിട്ടില്ല. ഒരിക്കൽ കൂടി ആ ഒരു സ്ത്രീയുടെ വീട്ടിലേക്ക് ഉസ്താദ് പോയി. ഉസ്താദ് പോയിട്ടൊന്ന് കാര്യമായിട്ട് സംസാരിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, നിങ്ങൾ ഈ ഒരു ജോലി തുടർന്നാൽ നിങ്ങൾക്ക് പടച്ച റബ്ബിൻ്റെ എന്നുള്ള ശിക്ഷ കിട്ടുക എന്ന് മാത്രമല്ല, ഈ ദുനിയാവിൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ശിക്ഷ കിട്ടും. ലൈംഗിക രോഗങ്ങളും പരീക്ഷണങ്ങളും ആയിട്ട് ഇതുകൊണ്ടുണ്ടാക്കുന്ന സമ്പാദ്യം കൊണ്ട് നിങ്ങൾക്കൊന്നും നേടാൻ കഴിയില്ല. നിങ്ങളിപ്പോൾ എത്ര സമ്പാദിപ്പിച്ചു എന്ന് എനിക്ക് അറിഞ്ഞൂടാ, ഈ ഒരു വാടക വീട്ടിൽ കഴിയാണ്, പിന്നെ നിങ്ങളുടെ കാര്യം മാത്രമേ നിങ്ങൾക്ക് നോക്കേണ്ടതുള്ളൂ. ഇത് പറഞ്ഞിട്ട് ഉസ്താദ് പോയി. ഉസ്താദ് പോയതിന് ശേഷം പിന്നെ ആളുകൾ ഇത് പറഞ്ഞുണ്ടാക്കാൻ തുടങ്ങി. ഉസ്താദ് അവിടെ വീണ്ടും പോയിട്ടുണ്ട്, ഉസ്താദിനെ അവിടെ ബന്ധമുണ്ട്, ഫോൺ വിളിക്കാറുണ്ട്, ഇങ്ങനെ ചില ആരോപണങ്ങളൊക്കെ ആ ഉസ്താദിനെ കുറിച്ച് കേൾക്കാൻ തുടങ്ങി. ഉസ്താദ് ആ ഒരു നാട്ടിൽ നല്ലൊരു സൽപ്പേരുണ്ടാക്കുകയും ഒരുപാട് സേവനങ്ങൾ, ഈ ഒരു പള്ളിക്ക് വേണ്ടി സ്ഥിര വരുമാനം ഉണ്ടാക്കാൻ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കി, അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ ഉസ്താദ് ചെയ്താണ്. കാരണം അതൊക്കെ ഒരു സ്ഥിര വരുമാനമായിട്ട് പള്ളിക്ക് വരണം. അങ്ങനെ ഒരുപാട് മുന്നേറ്റങ്ങൾ ഉണ്ടാക്കി ഉസ്താദിന്. പക്ഷേ ഇതിൻ്റെ പേരിൽ നാട്ടിൽ രണ്ട് അഭിപ്രായങ്ങളായി. ഉസ്താദ് പറഞ്ഞു, എൻ്റെ പേരിൽ നിങ്ങൾ ഈ മഹലിൽ അടികൂടി കൂടണ്ട, ഞാനിവിടെ ഒരു അന്യനായ ഒരാളാണ്, ഞാനിവിടെ വന്നതിൻ്റെ പേരിൽ നിങ്ങൾ നാട്ടുകാർ തമ്മിൽ തല്ലുണ്ടാവാൻ ഞാൻ കാരണക്കാരൻ, ഞാൻ ഇവിടെ നിന്ന് ഒഴിഞ്ഞാലും എനിക്ക് ഈ കേരളത്തിൽ ഒരുപാട് പള്ളികളുണ്ട്, എനിക്ക് ഡ്രസ്സ് എടുക്കാനും അറിയാം, എൻ്റെ കയ്യിൽ കുട്ടികളും ഉണ്ട്, അതുകൊണ്ട് ഞാൻ പോയേക്കാം, നിങ്ങൾ എന്തിനാണ് എൻ്റെ പേരിൽ ഇങ്ങനെ കടിപിടി കൂടേണ്ട ആവശ്യം, ഞാൻ ആ സ്ത്രീയോട് ബന്ധമുണ്ടെന്നല്ല പറഞ്ഞ് സത്യമായിട്ട് പറയാണ്. ഞാൻ അവിടെ ഒരു ദഅവാ പ്രവർത്തനം നടത്തിയിട്ടുണ്ട്, അവർ നേരാവാനും നേരാവട്ടെ എന്ന് കരുതിയിട്ട്, അവർ നേരാവാൻ ഉദ്ദേശിക്കണില്ല, അതുകൊണ്ട് എന്നെ വിട്ടേക്കെന്ന് പറഞ്ഞ് ഉസ്താദ് അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. കുട്ടികളെയും കൂട്ടിയിട്ട് ഉസ്താദ് ഇറങ്ങിപ്പോയി. ആ ഒരു സ്ത്രീയാണ് മരണപ്പെട്ടത്. ആ ഒരു മരണപ്പെട്ട സ്ത്രീയുടെ മയ്യത്ത് കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ ഉസ്താദിൻ്റെ ഭാര്യയും കൂടി വന്നത്. ഉസ്താദിൻ്റെ ഭാര്യ ഒരു വഫിയ ബിരുദമുള്ളൊരു പെണ്ണാണ്. അപ്പോൾ അവരും കൂടി വന്നിട്ട് ആ മയ്യത്ത് കുളിപ്പിക്കുമ്പോഴാണ് ഇവർ ശരിക്കും ഞെട്ടിയത്. മയ്യത്തും കൊണ്ട് കുളിപ്പിക്കാൻ വേണ്ടി, സാധാരണ മയ്യത്ത് കുളിപ്പിക്കുന്ന ഒരു കാര്യം എടുത്തു പറയാൻ പാടില്ല എന്നാണ്, പക്ഷേ ഇതൊരു പാഠമാകാൻ വേണ്ടിയിട്ടാണ്. കാരണം അത്രയും ദുർനടപ്പ് നടത്തിയിട്ട്, മതത്തിനെ ധിക്കരിച്ചിട്ട്, അല്ലെങ്കിൽ വേണ്ടാത്ത ഒരു രീതിയിലുള്ള ഒരു നടത്തം, ഇതൊക്കെ നടന്നൊരു പെണ്ണാണ്. അപ്പോൾ ഈ ഉസ്താദ് അവിടുന്ന് മാറിപ്പോയിട്ടൊക്കെ വർഷങ്ങളായി. ആ നാട്ടിലുള്ള ആരും ഈ സ്ത്രീയോട് യാതൊരു തരത്തിലുള്ള ബന്ധമില്ല, മഹലിലേക്ക് എന്തെങ്കിലും സംഭാവനകൾ നൽകാൻ ഈ സ്ത്രീ ചോദിക്കില്ല. എല്ലാവരും പറഞ്ഞു എന്തെങ്കിലും ലൈംഗിക രോഗം ഉണ്ടാവും, എയ്ഡ്സ് ആവും, നമ്മൾ അറിയാഞ്ഞിട്ടാണ്, കടലിൻ്റെ കോലം കണ്ടില്ലേ, പണ്ടൊക്കെ എന്തൊരു പ്രസരിപ്പായിരുന്നു, ഇപ്പോൾ ആകെ ക്ഷീണിച്ച് അങ്ങനെ ആൾക്കാർക്ക് ഇങ്ങനെ പോകുമ്പോൾ അഭിപ്രായങ്ങളൊക്കെ പറയലുണ്ട്. ഈ ഒരു സ്ത്രീയുടെ മയ്യത്ത് കുളിപ്പിക്കാൻ വേണ്ടി ഈ ഉസ്താദിൻ്റെ ഭാര്യ അടക്കം വന്നിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഭാര്യ വന്ന് കുളിപ്പിക്കുന്ന സമയത്ത് വല്ലാത്തൊരു സുഗന്ധം. അതുവരെ ഒരുപാട് പേരുടെ മയ്യത്ത് കുളിപ്പിച്ച ആളുകൾ ആ നാട്ടിലുണ്ട്. സ്ഥിരമായിട്ട് കുളിപ്പിക്കുന്ന റുക്കിയാത്ത, ചില സൈനവാത്ത എന്ന് പറഞ്ഞ ചില ആളുകൾ, അവരും ഈ വഫിയ കോഴ്സ് കഴിഞ്ഞ ഉസ്താദിൻ്റെ ഭാര്യയൊക്കെ അടങ്ങുന്ന ആളുകളാണ് ഈ കുളിപ്പിക്കാണ്ടായിരുന്നത്. മയ്യത്തിൻ്റെ മേലേന്ന് ഭയങ്കരമായൊരു സുഗന്ധം, അതിസുന്ദരമായൊരു മുഖമായിട്ടായിരുന്നു ഈ ഒരു വേശ്യയായ ഈ ഒരു സ്ത്രീയുടെ മരണസമയം.
ഏതായാലും ഒരുപാട് മയ്യത്ത് കുളിപ്പിച്ച് റുക്കിയാത്ത പറഞ്ഞ് പടച്ച റബ്ബേ, ഞാൻ ഇതുപോലെ ഒരു മയ്യത്ത് ഞാൻ കണ്ടിട്ടില്ല. ഏതൊരു മയ്യത്ത് കാണുമ്പോഴും ആകെ മലമൂത്ര വിസർജനം നടത്തിയിട്ട് കാണുമ്പോൾ തന്നെ ഒരു അദാബിൻ്റെ രൂപമുള്ള മുഖമുള്ള ഒരാളുകളായിരിക്കും. ആകെ പതർച്ച വന്നിട്ടുണ്ടാകും, ശരീരമാകെ നിറങ്ങൾ മാറിക്കണം. ഇതൊരു തൂവെള്ള നിറത്തിലുള്ള സുഗന്ധമുള്ള ഒരു മയ്യത്തിൻ്റെ ശരീരം ഞാൻ ആദ്യമായിട്ട് കാണണം. ഈ ഒരു സ്ത്രീ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു മോശക്കാരിയല്ല കേട്ടോ, അല്ലെങ്കിൽ പടച്ച റബ്ബിൻ്റെ മുന്നിൽ സ്ഥാനമുള്ളൊരു സ്ത്രീ ആയിരിക്കും എന്നുള്ളത്. ഏതായാലും അവരെ മയ്യത്ത് പള്ളിയിലേക്ക് കൊണ്ടുപോയിട്ട് ഖബറിലേക്ക് വെക്കുന്ന സമയത്തും ഒരു സുഗന്ധം പോലെ എന്തോ, അത് എന്താ പറയുക, കർപ്പൂരത്തിൻ്റെ ഒരു ഗന്ധമല്ല. സാധാരണ മരിച്ച മയത്തിന് ആ ഒരു ഗന്ധം ഉണ്ടാവും, നമ്മളിങ്ങനെ തെളിച്ചിട്ട് ഒരു പനനീരിൻ്റെ സുഗന്ധം ഉണ്ടാവും. അതിലപ്പുറം ഒരു ജെനുവിനായൊരു സുഗന്ധവും ഒരു വല്ലാത്തൊരു വെളിച്ചവും ഉള്ളതുപോലത്തെ ഒരു തോന്നൽ ഇത് ഉസ്താദിനും അവിടെ നിന്ന് ഫീൽ ചെയ്തു. അങ്ങനെ അവിടെ നിന്നുള്ള ഉസ്താദിൻ്റെ ഒരു ഭാര്യ അവർ സൂക്ഷിക്കുന്ന റൂമിൽ പരിശോധിച്ചു, ഒരു ഡയറി അവിടെ നിന്ന് കിട്ടി. ആ ഡയറിയിൽ എഴുതിയ കുറിപ്പുകൾ ആ നാട്ടുകാർ വായിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ സ്ത്രീയുടെ സ്വഭാവം എന്താണെന്നുള്ളത് ആ മഹല്ലുകാരറിയുന്നത്. ഈ ഉസ്താദ് നേരത്തെ പുറത്താക്കിയ ഉസ്താദ് ഇവരോട് സംസാരിച്ചതിന് ശേഷം ഇവരിങ്ങനെ ആലോചിച്ചു, ശരിയാണല്ലോ റബ്ബേ, എൻ്റെ ഉമ്മ ലൈംഗിക രോഗം എന്താണ് മരണപ്പെട്ടത്, ഞാനും ഒരു പക്ഷേ ഈ നിലക്ക് പോയാൽ എൻ്റെ ആരോഗ്യവും എൻ്റെ സൗന്ദര്യമൊക്കെ നശിച്ചിട്ട് ഞാനും ഇങ്ങനെ തന്നെ മരണപ്പെടാം. അതിനു മുൻപ് ഒരു നല്ല കാര്യം ചെയ്യാൻ ദൈവം എനിക്ക് അവസരം തന്നൂടെ, ഞാൻ എത്രയോ പണം ഉണ്ടാക്കിയിട്ടുണ്ട്, ആ പണം കൊണ്ടൊന്നും എനിക്ക് എന്ത് ഉപകാരം കിട്ടുക. ഇത് അവരൊരു വെളിച്ചമായിട്ട് ഇങ്ങനെ ഉറങ്ങുമ്പോഴും ഉണരുമ്പോഴും ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഈ സ്ത്രീ വീണ്ടും ഉസ്താദിനെ കോൺടാക്ട് ചെയ്യണത്. എനിക്കൊന്ന് നന്നാവണം ഉസ്താദെ എന്ന് പറഞ്ഞിട്ട്. ഉസ്താദിന് സന്തോഷമായി. നിസ്കാരം എനിക്ക് നിസ്കരിക്കാൻ അറിയില്ല, എൻ്റെ ഉമ്മയുടെ അവസ്ഥ എങ്ങനെയായിരുന്നു, ഞാൻ നോമ്പ് ഞാൻ നോക്കലുണ്ട്, ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ്, പടച്ചോന് വേണ്ടുന്നല്ല, സകാത്ത് ഞാൻ കൊടുത്തിട്ടില്ല, സ്വതക്ക കൊടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അവരെ പിന്നീട് നന്മയിലേക്ക് കൊണ്ടൊരു പുസ്തകം കൊടുത്തു, ഇസ്ലാം എങ്ങനെ നിസ്കരിക്കേണ്ടത്, യൂട്യൂബിലൊക്കെ നിസ്കരിക്കേണ്ട വീഡിയോ ഉണ്ട്, ആ വീഡിയോ ഒക്കെ കാണിച്ചു കൊടുത്തു, നിസ്കരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. അവരോട് പറഞ്ഞു, നിങ്ങൾ നോമ്പ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പട്ടിണി കിടക്കണം, റമദാൻ മാസം വരണം. ഹജ്ജ് ചെയ്യാനാണെങ്കിൽ നിങ്ങൾക്ക് പണം വേണം, ഈ പണം ഉപയോഗിച്ച് നിങ്ങൾ ഹജ്ജ് ചെയ്യരുത്, അതിന് ഹജ്ജിൻ്റെ മാസം വരണം. അതോടൊപ്പം നിങ്ങൾക്ക് സക്കാത്ത് കൊടുക്കാനാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ പണം വേണം, അത് നിശ്ചിത വർഷമെത്തണം. പണം ഉണ്ടായാൽ മാത്രം പോരാ, അതൊരു കൊല്ലം തികയാന്നൊരു സംഗതിയുണ്ട്. അങ്ങനെ ഇങ്ങനെ ഇസ്ലാമിലെ ഏത് നിയമങ്ങളാണെങ്കിലും ഇസ്ലാമിൻ്റെ ഇസ്ലാം കാര്യങ്ങൾ 5 കാര്യങ്ങളാണെങ്കിലും അതിനൊക്കെ പ്രത്യേക നിയമങ്ങളും നിബന്ധനകളും സമയങ്ങളൊക്കെ വരുമ്പോഴേ സംഭവിക്കുള്ളൂ. അത്തരം സംഭവങ്ങൾക്കാണെങ്കിൽ ഒരുപാട് ഇളവുകളുണ്ട്. നിസ്കരിക്കാൻ പറ്റാത്ത സമയങ്ങളുണ്ട്, ഹജ്ജിന് കഴിവില്ലാത്തവർക്ക് പോകേണ്ട ഇളവുകളുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ചെയ്യാവുന്നൊരു കാര്യമുണ്ട്, ദിക്റും സ്വലാത്തും നിങ്ങൾ പതിവാക്കുക. ദിക്റുകളും സ്വലാത്തുകളും അതിൽ ഏറ്റവും വലിയ ദിക്ർ അള്ളാഹു എന്നൊരു ദിക്റാണ്. ദിക്റുകളിലെ ഏറ്റവും വലിയൊരു ദിക്ർ. ഈ ദിക്റും സ്വലാത്തും നിങ്ങൾക്ക് പതിവാക്കിക്കൂടെ എന്ന് വെച്ചപ്പോൾ ഈ സ്ത്രീക്ക് പറഞ്ഞു, അതിന് നിങ്ങൾക്ക് പിരീഡ് ആവുന്നതോ നടക്കുന്നതോ ഇരിക്കുന്നതോ പിരീഡ് അല്ല, അതൊന്നും ഒരു പ്രശ്നമല്ല, എപ്പോഴും നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണെന്ന് പറഞ്ഞപ്പോൾ ആ സ്ത്രീക്ക് ഭയങ്കര ആശ്വാസമായി. ആ സ്ത്രീ പറഞ്ഞു, ഞാനൊന്ന് ചെയ്തു നോക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരാഴ്ച കൊണ്ട് ഇവർ ദിക്റും സ്വലാത്തിലേക്കും ചെല്ലാൻ തുടങ്ങി. ഇപ്പോൾ നിസ്കരിക്കാനൊക്കെ ഒരു അനുഭൂതി വരാൻ തുടങ്ങി. ഇവർ പറഞ്ഞു, എനിക്കൊരു ജോലി ശരിയാക്കി തരണം. അങ്ങനെ ഇവർക്ക് തയ്യലൊക്കെ അറിയാം. അങ്ങനെ ഒരു ടെക്സ്റ്റൈൽസിൽ ഡ്രസ്സ് ഉണ്ടാക്കുന്ന ഒരു കമ്പനിയിൽ ഉസ്താദിൻ്റെ കെയർ ഓഫിൽ ഉസ്താദിനെ അറിയാവുന്ന ഒരു പണക്കാരനോട് പറഞ്ഞിട്ട് അവിടെ ഒരു ജോലിയൊക്കെ ശരിയാക്കി. അതുകൊണ്ടുള്ള വരുമാനം കൊണ്ടായി പിന്നെ ജീവിതം. അവരോടും അവർ ഈ വിഷയങ്ങൾ പങ്കുവച്ചില്ല. ഇവരിങ്ങനെ രാവിലെ ഇറങ്ങിപ്പോകുമ്പോൾ ആൾക്കാർ കരുതാ ആരോ ഫ്ലാറ്റിൽ കൊണ്ടുപോവാണ്, ആരെടുത്തൊക്കെ ഒന്ന് ആരെയോ പഴപ്പിക്കാൻ പോകണം, അങ്ങനെയുള്ള ഒരിക്കൽ ചെയ്താൽ പിന്നെ ആളുകളുടെ കണ്ണിൽ അങ്ങനെ ഉണ്ടാവുള്ളൂ. സത്യം എന്താണെന്ന് പടച്ചോനിക്കെല്ലാം അറിയുള്ളൂ. ഇവരങ്ങനെ ജോലി ചെയ്തു, വരുമാനം ഉണ്ടായി. അങ്ങനെ ഉണ്ടായിട്ട് ഇവർ പറഞ്ഞു, എനിക്ക് ഇതുവരെ ചെയ്ത പാപത്തിന് പരിഹാരം ഒരു മുത്തഅല്ലിമിന് എനിക്ക് സ്പോൺസർ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഉസ്താദ് തന്നെയാണ് പാവപ്പെട്ട ഒരു കുട്ടിയുടെ മുത്തഅല്ലിമായ ഒരു ദർസിൽ പഠിക്കുന്ന ഒരു കുട്ടി. ആ കുട്ടി സ്കൂളിൽ പോകുന്നുണ്ട്, അതിൻ്റെ പുസ്തകങ്ങൾ വാങ്ങാനും അതിൻ്റെ ഡ്രസ്സിൻ്റെ കാര്യങ്ങളും ഇതിനൊക്കെ ചെറിയൊരു തുക ആവശ്യമുള്ളൂ. അങ്ങനെ ഈ ഒരു സ്ത്രീ സംബന്ധിച്ച് ആ ഒരു കുട്ടിയുടെ മുത്തഅല്ലിമിൻ്റെ ചിലവ്, അത് പിന്നീട് സ്കൂളിൽ പോകാനാണെങ്കിൽ എന്താ ഒരു നിശ്ചിതമായ തുക അതിന് പഠിക്കാൻ വേണ്ടിയിട്ട് ഇവർ ആ കുട്ടിയുടെ പേരിൽ ഇൻവെസ്റ്റ് ചെയ്തു. അങ്ങനെ ഈ കുട്ടി അവസാനം ഈ ഒരു സ്ത്രീ 5 മുത്തഅല്ലിമീങ്ങളെ സ്പോൺസർ ചെയ്തിരുന്നു പഠിക്കുക. അപ്പോൾ ആ ഒരു കുട്ടിയുടെ ഓരോ ഖുർആനോത്തും ആ കുട്ടിയുടെ ഓരോ പ്രാർത്ഥനയും ആരാണോ തന്നെ പഠിക്കാൻ സ്പോൺസർ ചെയ്യുന്നത്, അതിൽ ITക്ക് പഠിക്കുന്ന കുട്ടിയുണ്ട്, കോളേജിൽ പഠിക്കുന്ന കുട്ടിയുണ്ട്, ഇതൊക്കെ ദർസിൽ നിന്നുകൊണ്ടാണ് ഇവർ പോകുന്നത്. അവിടേക്കുള്ള ഫീസുകളും കുട്ടിയുടെ പഠനകാര്യങ്ങളും കിതാബ് വാങ്ങാനുള്ള ചിലവും ഇതൊക്കെ ഈ ഒരു സ്ത്രീയാണ് വഹിക്കുന്നത്. ആ കുട്ടികളോട് ഇതൊന്നും പറഞ്ഞിട്ടില്ല നിങ്ങൾ ഇങ്ങനത്തെ ഒരു സ്ത്രീയാണെന്നുള്ളത്, ഉസ്താദിൻ്റെ കെയർ ഓഫിലാണ് ഇതൊക്കെ നടക്കുന്നത്. അങ്ങനെ ഈ സ്ത്രീ എന്നുള്ള ഈ ഡയറിയിൽ എഴുതിക്കാണ് എൻ്റെ ലൈഫ് മാറ്റിമറിച്ചത് ഉസ്താദിൻ്റെ ഈ ഭാര്യയുമാണ്. ഞാൻ ഒരുപാട് ദിക്റുകൾ, ഞാൻ എപ്പോഴും എൻ്റെ മനസ്സിൽ അള്ളാഹ് എന്നുള്ളൊരു ദിക്റാണ്. പിന്നെ ഞാൻ സ്വലാത്തുകളും ചെല്ലും. അങ്ങനെ സ്വലാത്തുകളൊക്കെ ചെല്ലുമ്പോൾ എനിക്കെന്നെ കഴിഞ്ഞു പോയ ലൈഫ് എനിക്ക് മറന്നു. അതൊക്കെ ഡയറിയിൽ എഴുതിയൊരു കാര്യം. ആ ഒരു ദിക്ർ എപ്പോൾ വേണമെങ്കിലും എനിക്ക് ചെല്ലാം. ഷഹാത്ത് കലിമ എന്നുള്ള ഇസ്ലാം കാര്യങ്ങളിലെ ഒന്നാമത്തെ ഒരു കാര്യം ചെല്ലാൻ ലൈഫിൽ ഒരിക്കലേ പറ്റൂ. പക്ഷേ അതിൻ്റെ നവാഫിലാണ് ഈ ദിക്റുകളും സ്വലാത്തുകളും. ആ ദിക്റുകളും സ്വലാത്തുകളും പതിവാക്കിയപ്പോൾ എൻ്റെ ലൈഫിൽ എന്തെന്നില്ലാത്തൊരു അനുഭൂതി ഉണ്ടായി എന്നുള്ളതാണ് ആ ഡയറിയിലുണ്ടായത്. ആ നാട്ടുകാർക്കും അവിടെ കൂടിയ ആളുകൾക്കും മനസ്സിലായി നമ്മൾ കാണുന്ന ലൈഫ് ആഖിബത്ത് ഒരു സാധനമുണ്ട്. നമ്മുടെയൊക്കെ ഒരു എൻഡ് ക്ലൈമാക്സ് എങ്ങനെയാണോ
അതിനനുസരിച്ചാണ് നമുക്ക് സ്വർഗവും നരകമൊക്കെ ഉണ്ടാവുക. ഒരിക്കലും നമ്മുടെ ലൈഫിൽ നിന്ന് ദിക്റിനെയും സ്വലാത്തിനെയും പടിയടക്കി പിണ്ടം വെച്ച് ഞാൻ കുറേ നിസ്കരിക്കാനാണ്, ഞാൻ നല്ല ഹജ്ജ് ചെയ്തിട്ടുണ്ട്, ഈ ഒരു സാധനത്തിനൊക്കെ ന്യൂനതകളും ഉണ്ടാവും. ഇതൊന്നും പെർഫെക്റ്റായിട്ട് ചെയ്യാൻ നമുക്ക് പറ്റില്ല. പക്ഷേ സ്വലാത്തുകളും ദിക്റുകളും ചെല്ലുമ്പോൾ അതിന് ന്യൂനതകളേ ഇല്ല. അത് എങ്ങനെ ചൊല്ലിയാലും പെർഫെക്ഷനാണ്. അതിന് അള്ളാഹു 10 മടങ്ങ് പ്രതിഫലം നൽകും. ഞാൻ ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം, ഒരു വേശ്യയായ സ്ത്രീയെ സ്വർഗത്തിൽ പോയൊരു സംഭവം അള്ളാഹുവിൻ്റെ റസൂൽ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു മൃഗത്തിന് വെള്ളം കൊടുത്തത് കൊണ്ടാണ്, ഒരു മൃഗത്തിന് വെള്ളം കൊടുത്ത കാരണത്തിലാലാണ്, ആ ഒരു നന്മ നോക്കിയിട്ടാണ് ആ വേശ്യയായ സ്ത്രീ സ്വർഗത്തിൽ കടത്തത്. ഏതു മൃഗത്തിന് വെള്ളം കൊടുത്തതിൻ്റെ പേരിലാണ് ആ വേശ്യയായ സ്ത്രീ സ്വർഗത്തിൽ പോയത് എന്നുള്ള നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്? ആ ഒരു ഉത്തരവാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നത്. ഞാൻ 2-3 പേര് പറയാം. ഒന്ന് നായ, ഒന്ന് പൂച്ച, മറ്റൊന്ന് പന്നി. ഇതിലേതാണ് ആ സ്ത്രീ, ഏത് ജീവിക്കാണ് വെള്ളം കൊടുത്തതെന്നുള്ള ചോദ്യം. ആ ഉത്തരവാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത്. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.